നമസ്കാരം, ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. പാമ്പ് കടിയേറ്റാൽ ആശങ്കയും വെപ്രാളവും കൂടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സമയോചിതമായി പ്രവർത്തിക്കാൻ സാധിച്ചാൽ വിഷമേൽക്കുന്നതിന്റെ അപകട സാധ്യതകൾ കുറയ്ക്കാൻ കഴിയും. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ചെയ്യരുതാത്തത് എന്തൊക്കെയാണ്? ഈ വിഷയമാണ് ഡോക്ടർ ഹിയർ ചർച്ച ചെയ്യുന്നത്. തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അബ്ദുള്ള കേക്കെയാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റ വലിയ പേടിയുണ്ടാവുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഉടൻ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അത് വെപ്രാളത്തിൽ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കാറുമില്ല. യഥാർത്ഥത്തിൽ ഈ പാമ്പ് കടിയേറ്റാൽ നമ്മൾ ഉടനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പാമ്പ് കടിയേറ്റ ആളുകളോ കടിയേൽക്കുന്ന കാണുന്ന ആളുകളോ പരിഭ്രാന്തരാകാതിരിക്കുക എന്നുള്ളതാണ്. പരിഭ്രാന്തരാകുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും, അത് പലപ്പോഴും വിനമസ് ബൈറ്റ് ആണെങ്കിൽ ആ വിഷാംശം ശരീരത്തിന്റെ മറ്റേ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ പെട്ടെന്ന് കൂട്ടും. നമ്മളിതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന 90% ബൈറ്റ്സും നോൺ വിനമസ് ആണ്. ഈവൻ ഒരു വിഷാംശമുള്ള പാമ്പാണെങ്കിൽ പോലും അത് പലപ്പോഴും വിഷാംശം കുത്തിവെക്കാറില്ല. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകേണ്ട ആവശ്യം പലപ്പോഴും നമുക്കില്ല. പരിഭ്രാന്തരാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം ഏറ്റവും വേഗതയിൽ നമുക്കൊരു ആന്റി സ്നേക്ക് വിനം കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ മുഖ്യമായും ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് പാമ്പ് കടിയേറ്റ ഭാഗം പരമാവധി ഇമ്മൊബിലൈസ് ചെയ്യുക, നമ്മൾ ആ ഭാഗം അനക്കാതിരിക്കുക, മൂവ് ചെയ്യാതിരിക്കുക എന്നുള്ളതും, അതോടൊപ്പം പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു ടോർണിക്കോ ഒരു വീനസ് റിട്ടേൺ, നമ്മുടെ ശരീരത്തിന്റെ മേലെ ഭാഗങ്ങളിൽ കാണുന്ന രക്തക്കുഴലിൽ കൂടി വിഷാംശം മേലോട്ടേക്ക് കയറാതിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയൊരു ടോർണിക്കോ വളരെയധികം ടൈറ്റ് ചെയ്യാത്ത രൂപത്തിൽ മാത്രം വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പാമ്പ് കടിച്ച വരാവുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, വിഷാംശമുള്ള പാമ്പാണെങ്കിൽ നമുക്ക് പലപ്പോഴും കടിയേക്കുന്ന ഭാഗത്ത് നീർക്കെട്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ ലോക്കൽ റിയാക്ഷൻ എന്നാണ് നമ്മൾ മെഡിക്കൽ ടേമിൽ പറയാം. നീർക്കെട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ റെഡ്നെസ്, അതോടൊപ്പം ബൈറ്റ് മാർക്സ്. ഇതാണ് നമുക്ക് പ്രധാനമായും പാമ്പ് കടിയാണോ അല്ലയോ, അത് വിഷാംശം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ അതാണ്. രണ്ടാമത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഓരോ പാമ്പിന്റെ വിഷത്തിന്റെ രീതി അനുസരിച്ചുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ കോബ്ര ബൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ നാഡിഞരമ്പുകളാണ് വീക്ക്നെസ്, നമ്മുടെ നാഡിഞരമ്പുകളെ ബാധിക്കുകയാണ് ചെയ്യുക. അതോടൊപ്പം അണലി വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഹീമോടോക്സിൻ ആണത്, നമ്മുടെ രക്തത്തിന്റെ പ്രവർത്തനത്തെയും മറ്റാണ് അത് ബാധിക്കുക. അപ്പോൾ ഓരോ പാമ്പിന്റെയും രീതി അനുസരിച്ചുകൊണ്ട് മറ്റുള്ള ലക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ വിഷാംശം ഏൽക്കുന്ന രൂപത്തിലുള്ള കടിയാണെങ്കിൽ പലപ്പോഴും കടിച്ച ഭാഗത്ത് അവിടെ റെഡ്നെസ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ സ്വെല്ലിങ്സ്, നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതാണ് ആദ്യമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കുകയാണ്, സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണ്? നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകൾ, ഒന്ന് കോബ്ര, മൂർഖന്റെ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ. രണ്ടാമത്തത് വൈപ്പർ, അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകൾ. അണലി വിഭാഗത്തിൽപ്പെടുന്നതിൽ തന്നെ പലതരത്തിലുള്ള അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുണ്ട്. അതോടൊപ്പം മൂന്നാമത്തത് ക്രൈറ്റ്, ശംഖുവരയൻ എന്ന് പറയപ്പെടുന്ന ക്രൈറ്റ് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ. അപ്പൊ ഇതാണ്, ഈ 3 തരം പാമ്പുകളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന വിഷാംശം കുത്തിവെക്കാൻ സാധ്യതയുള്ള പാമ്പുകൾ എന്ന് പറയുന്നത്. മറ്റു തരം പാമ്പുകളെല്ലാം നോൺ വിനമസ് ആണ്. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റു തരം പാമ്പുകളെല്ലാം നോൺ വിനമസ് ആണ്. ഇപ്പൊ ഈ വിഷപ്പാമ്പുകൾ കടിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കുമോ? അതൊന്ന് വിശദീകരിക്കുമോ? അതെ, ഓരോ പാമ്പിനും അനുസരിച്ചുകൊണ്ടും അതിന്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ കോബ്ര, മൂർഖന്റെ വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളാണെങ്കിൽ പലപ്പോഴും നമ്മുടെ നാഡി ഞരമ്പുകളുടെ നെർവസ് സിസ്റ്റം, ന്യൂറോടോക്സിൻ ആണത്, നമ്മുടെ നാഡി ഞരമ്പുകൾ വീക്ക്നെസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അതോടൊപ്പം ആ നാഡി ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്ന മസിൽസും കാര്യങ്ങളൊക്കെ വീക്കാകും. അങ്ങനെ കോബ്ര ബൈറ്റ് ഉണ്ടായ ഒരാളുടെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ കൺപോളകൾ മേൽപോട്ടേക്ക് ഉയർത്തി നോക്കാൻ ആ പേഷ്യൻസിന് കഴിയില്ല. അതാണ് ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന മസിൽസ് എന്ന് പറയുന്നത്. ഈ തുറന്നു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺപോളകൾ മേലോട്ടേക്ക് ഉയർത്താനും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അത് കണ്ടു തുടങ്ങിയാൽ ഉടനടി ആ പേഷ്യൻസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ആ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. കോബ്ര ബൈറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ, മൂർഖന്റെ കടിയാണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആന്റി സ്നേക്ക് വിനം മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ ഒരു വെന്റിലേറ്റർ ഫെസിലിറ്റി കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും കോബ്ര ബൈറ്റ് ഏറ്റ ആളുകൾ മരണപ്പെടുന്നത്
അവരുടെ നാഡീഞരമ്പുകൾ വീക്കായി, നമ്മുടെ റെസ്പിറേഷൻ, നമ്മുടെ ശ്വാസത്തെ സഹായിക്കുന്ന മസിൽസ് ഒക്കെ വീക്കായി, ശ്വാസം എടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഓക്സിജന്റെ അളവും കാര്യങ്ങളൊക്കെ കുറയുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെയാണ് പലപ്പോഴും കോബ്ര ബൈറ്റുകൾ ഉണ്ടായ രോഗികൾ മരണപ്പെടുന്നത്. അത് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ടു ഹവേഴ്സ് അത് സംഭവിക്കും. അത് എത്രത്തോളം വിഷാംശം ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ അതനുസരിച്ചുകൊണ്ട് അതിന്റെ സമയ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും എന്തായാലും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ടു ഹവേഴ്സ് അത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു വെന്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായി നമ്മൾ കോബ്ര ബൈറ്റ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ എത്തിക്കുന്നതെങ്കിൽ കോബ്ര ബൈറ്റ് സംഭവിച്ച ഒരു രോഗിയെ 99% നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. അവരൊരിക്കലും മരണപ്പെടേണ്ട സാഹചര്യമില്ല. നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി അവർക്ക് ആന്റി സ്നേക്ക് വെനമും കാര്യങ്ങളും കൊടുത്ത് ആ വിഷാംശത്തെ നമ്മൾ നിർവീര്യമാക്കി ആ രൂപത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് അവർ ഇംപ്രൂവ് ആയി വരും. രണ്ടാമത്തെ വിഭാഗം അണലിയാണ്. അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എപ്പോഴും ഹീമോടോക്സിൻ ആണ്. നമുക്ക് ഈ കോബ്രയിൽ പറഞ്ഞതുപോലെ നാടിഞരമ്പുകളെ വീക്ക്നെസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഒരിക്കലും അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ കാണിക്കാറില്ല. അത് പലപ്പോഴും നമ്മുടെ രക്തത്തിന്റെ കോശങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. അതങ്ങനെ വല്ലാതെ രൂപത്തിൽ കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് കിഡ്നി ഫെയിലിയർ, റീനൽ ഫെയിലിയറിലേക്കും ഡയാലിസിസ് ആവശ്യമാവുന്ന രൂപത്തിലേക്കൊക്കെ മാറാറുണ്ട്. അപ്പം ഈ അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയാണെങ്കിൽ പലപ്പോഴും ഇനീഷ്യൽ ഫ്യൂ ഹവേഴ്സ് ചിലപ്പം സിംറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ജസ്റ്റ് ഈ കടിച്ച ഭാഗത്തുള്ള ഫിറ്റ്നസോ കാര്യങ്ങളോ മാത്രമേ ഉണ്ടാകുള്ളൂ. വിത്തിൻ ഫ്യൂ ഹവേഴ്സ് ടു ഡേയ്സ് ആണ് പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ രക്തം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊക്കെ കാണാറുള്ളത്. അപ്പം അത് കണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആന്റി സ്നേക്ക് വെനം കൊടുക്കുന്നതോടൊപ്പം ഈ റീനൽ ഫെയിലർ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഡയാലിസിസിന്റെ ആവശ്യകതയും മറ്റൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ട്. നമ്മുടെ ക്രൈറ്റ് എന്ന വിഭാഗത്തിൽപ്പെട്ടത് കേൾക്കാറില്ല. കേൾക്കാം, പറഞ്ഞോളൂ. ക്രൈറ്റ് നമ്മുടെ ശംഖുവരയ വിഭാഗത്തിൽപ്പെട്ടത് പലപ്പോഴും അത് ബോത്ത് ഹീമോടോക്സിൻ ആൻഡ് ന്യൂറോടോക്സിൻ രണ്ട് രൂപത്തിലും ആക്ട് ചെയ്യാറുണ്ട്. അത് ന്യൂറോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട ഈ നമ്മൾ നേരത്തെ മൂർഖന്റെ വിഭാഗത്തിൽ പറഞ്ഞതുപോലെ ലക്ഷണങ്ങളും ചിലപ്പോൾ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഹീമോടോക്സിസിറ്റി എന്ന വിഭാഗത്തിൽപ്പെട്ടത് പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ക്രൈറ്റിന്റെ ഏറ്റവും മുഖ്യമായ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കടിച്ച ഭാഗത്ത് മാർക്കിങ്സ് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതിന് ചെറിയ പല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കടിച്ച ആളുകൾ പോലും ചിലപ്പോൾ അറിയില്ല. ചില ആളുകളൊക്കെ വീട്ടിൽ കടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വീക്ക്നസും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് പലപ്പോഴും അതൊരു ക്രൈറ്റ് ബൈറ്റ് ആയിരിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടറിയണം. കാരണം അത് കടിക്കപ്പെട്ട ആളുകൾ പോലും അത് ചിലപ്പോൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് ക്രൈറ്റിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രശ്നമായി നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഈ പാമ്പ് കടിച്ചാൽ ഈ കടിച്ച പാമ്പിനെ പിന്നാലെ പോവുക, അതിനെ പിടിക്കുക, അതുപോലെ തന്നെ പാമ്പിനെ ജീവനോടെയോ അല്ലെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു തെറ്റായ ധാരണയല്ലേ? അതെ, ഒരിക്കലും നമ്മൾ പാമ്പിന്റെ പിന്നാലെ പോയി പാമ്പിനെ കൊല്ലാനോ അത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പാമ്പിനെ ജീവനോടെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനോ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ആന്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 4 വിഭാഗം പാമ്പുകൾ, കോബ്ര, റസൽ വൈപ്പർ, സോസ്കൈൽഡ് വൈപ്പർ, അതുപോലെ ക്രൈറ്റ്, ഈ 4 വിഭാഗത്തിൽപ്പെട്ട പാമ്പ് ഏത് കടിച്ചാലും നമ്മൾ കൊടുക്കുന്നത് ഒരേ ഇഞ്ചക്ഷനാണ്, ഒരേ ആന്റി സ്നേക്ക് വെനമാണ്. ഈ ആന്റി സ്നേക്ക് വെനത്തിൽ ഈ 4 പാമ്പുകൾക്കെതിരെയുള്ള വിഷാംശത്തിനെതിരെയുള്ള പ്രതിരോധത്തിനുള്ള മരുന്നുകളും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏത് പാമ്പാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ഇനീഷ്യൽ ഫ്യൂ ഹവേഴ്സ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ സെയിം ആണ്. നമുക്ക് കൊടുക്കാനുള്ളത് ഈ ആന്റി സ്നേക്ക് വെനം ഇഞ്ചക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാമ്പിനെ പോയി പിടിച്ചു കൊണ്ടുവരാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഇനീഷ്യൽ ഫ്യൂ ഹവേഴ്സിനുള്ള മാനേജ്മെന്റിൽ ഒരു ഡിഫറൻസ് വരുത്താൻ പോകുന്നില്ല. പിന്നെ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ബാക്കിയുള്ള ലേറ്റർ കോംപ്ലിക്കേഷൻസുകൾ മനസ്സിലാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ സഹായിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീടുള്ള സിംറ്റംസ് നമ്മളെപ്പോഴും പ്രഡിക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ കോബ്ര ബൈറ്റ് ആണെങ്കിൽ ന്യൂറോടോക്സിസിറ്റി സിംറ്റംസ് ആണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മുടെ അണലി വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഹീമോടോക്സിൻ ആണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് കൊണ്ട് പിന്നീടുള്ള മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് അറ്റ്ലീസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് പാമ്പാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അതിനെ ഡോക്ടർക്ക് കാണിക്കാനോ പറ്റിയാൽ അത് ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ ഡോക്ടേഴ്സ്. അതിനെ പിടിച്ചുകൊണ്ടുവരേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ, ഈ പാമ്പ് കടിയേറ്റ് വരുന്ന ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് പ്രാഥമികമായി ചെയ്യുന്നത്? അതുപോലെ തന്നെ ചികിത്സ എങ്ങനെയാണ്? അത് ഈ പറഞ്ഞ പോലെ മുറിവ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഏത് ഇനമാണ് എന്നൊക്കെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടായിരിക്കുമല്ലോ അതിന്റെ ചികിത്സ തുടങ്ങുന്നത്, അല്ലേ? പലപ്പോഴും നമ്മൾ പാമ്പ് കടിയേറ്റ ഉടനെ വരുന്ന ആളുകൾക്ക് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അത് ഒന്ന് പാമ്പ് കടിയെ ന്യായീകരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അൺനോൺ ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം നമുക്ക് എപ്പോഴും ഉണ്ട്. എന്നാൽ നമുക്കത് പാമ്പ് കടിയാണോ അല്ലേ ഒന്ന് രോഗി പോലും തിരിച്ചറിയാത്തൊരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എപ്പോഴും സിംറ്റംസ് ആണ് നോക്കുക. ഈ കടിച്ച ഭാഗത്ത് മാർക്കിങ്സ് ഉണ്ടോ, അവിടെ സ്വെല്ലിങ്സ് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും. കടിച്ച ഭാഗത്ത് ലോക്കൽ റിയാക്ഷൻ കാര്യങ്ങൾ ഇല്ലെങ്കിൽ പലപ്പോഴും അത് നോൺ വിനമസ് ബൈറ്റ് അല്ലെങ്കിൽ ഒരു നോൺ സ്നേക്ക് ബൈറ്റ് ആയിരിക്കാനാണ് സാധ്യത. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന് നമുക്ക് ഓരോ വിഭാഗത്തിൽപ്പെട്ട രൂപത്തിലുള്ള ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂർഖന്റെ കടിയാണെങ്കിൽ ഇനീഷ്യലി നമുക്ക് കൺപോളകൾ മേലോട്ട് ഉയർത്തി നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയും കാര്യങ്ങളും കാണുന്നുണ്ടോ എന്ന് നോക്കും. വിത്തിൻ ഒരു ഫ്യൂ ഹവേഴ്സ്, ഒരു 2 to 3 hours കഴിഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് ന്യൂറോടോക്സിസിറ്റി സിംറ്റംസ് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ കോബ്ര ബൈറ്റ് ഈസ് ഓൾമോസ്റ്റ് റൂൾഡ് ഔട്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾക്ക് കടിച്ചാലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മൾ ഇടയ്ക്കിടെ ഒരു 4th hourly അല്ലെങ്കിൽ 2nd hourly നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വിഷാംശത്തിന്റെ സാധ്യതകൾ രക്തത്തിലുണ്ടോ എന്ന് മനസ്സിലാകും. അങ്ങനെ സാധ്യതകൾ കാണുകയാണെങ്കിൽ നമ്മൾ ഉടനടി ആന്റി സ്നേക്ക് വെനം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അണലി വിഭാഗത്തിൽപ്പെട്ടതാണൊക്കെ നമുക്ക് ഉറപ്പാണെങ്കിൽ, അതുപോലെ ലോക്കൽ റിയാക്ഷൻ ഉണ്ട്, നമുക്ക് ആ കടിച്ച ഭാഗത്ത് നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ആ സമയത്തും നമ്മൾ ഇനീഷ്യലി കൊടുക്കേണ്ട ആന്റി സ്നേക്ക് വെനം സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം കുറച്ചും കൂടി മോഡിഫൈ ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് ഞാൻ പിന്നീട് പറയാം. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഏത് തരം പാമ്പാണെങ്കിലും ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എപ്പോഴും ആന്റി സ്നേക്ക് വെനമാണ്. മൂർഖന്റെ കടിയാണെങ്കിൽ പലപ്പോഴും അവരെ ചിലപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഹവേഴ്സ് അവർ പോകാറുണ്ട്. അണലി വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ നമ്മൾ ആന്റി സ്നേക്ക് വെനം കൊടുത്തുകൊണ്ട് ഓരോ ഇന്റർവെൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഇംപ്രൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നീടുള്ള ഫ്യൂ ഡേയ്സ് അവർ ചിലപ്പം റീനൽ ഫെയിലിയറിലേക്ക് മറ്റൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അതനുസരിച്ചിട്ടുള്ള ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്. അതിൻ്റെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ മുറിവുണ്ടായി കഴിയുമ്പോൾ അതിൽ രക്തം ഒഴുക്കി കളയുക അല്ലെങ്കിൽ ഐസ് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ആ പ്രവണതകളൊക്കെ ശരിയാണോ? അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പാമ്പ് കടിയേറ്റ ആളുടെ ഒരു അപകട സാധ്യത കൂട്ടുകയല്ലേ ചെയ്യുന്നത്? അതെ, മുറിവും കാര്യങ്ങളും നമ്മൾ പരമാവധി സ്ക്വീസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് പിന്നെയും അത് സർക്കുലേഷനിലേക്ക് ആവശ്യാംശം കൂടുതൽ പോകാനും മറ്റൊക്കെ സാധ്യതയുണ്ട്. ജസ്റ്റ് മേലെ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് കഴുകി കളയുക എന്നുള്ളത് വേണമെങ്കിൽ ചെയ്യാം. അതോടൊപ്പം സ്ക്വീസ് ചെയ്യുക, അത് സക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ നോൺ സയന്റിഫിക് പ്രാക്ടീസുകളാണ്. അതൊന്നും നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ തുടക്കത്തിൽ ഈ ആന്റി സ്നേക്ക് വെനത്തെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അത് പല വിധമുണ്ടോ? പല രാജ്യങ്ങളിലും പല വിധത്തിലുണ്ട്. ഓരോ രാജ്യത്തും കാണപ്പെടുന്ന പാമ്പുകൾക്കനുസരിച്ചാണ് അവിടെയുള്ള വിഷാംശത്തിനനുസരിച്ച് കൊണ്ടാണ് ആ സ്നേക്കിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 4 തരം സ്നേക്കുകളാണ് പലപ്പോഴും വിഷാംശം കുത്തിവെക്കാറ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ആന്റി സ്നേക്ക് വെനം ഒറ്റ തരത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഈ 4 പാമ്പുകൾക്കെതിരെയുള്ള ആന്റി സ്നേക്ക് വെനം അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പാമ്പ് കടിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്ന ആന്റി സ്നേക്ക് വെനം ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ആന്റി സ്നേക്ക് വെനം ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ ഹാനികരമാകാനുള്ള സാധ്യതയുണ്ടോ? യൂഷ്വലി ആന്റി സ്നേക്ക് വെനം ഹാനികരമാകാൻ സാധ്യതയില്ല. നമുക്ക് ആകെ നമ്മൾ എപ്പോഴും പേടിക്കാറുള്ളത് അത് ചിലപ്പോൾ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുള്ളതാണ്. നമ്മൾ ഇനീഷ്യൽ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ ചിലപ്പോൾ അലർജിക് സിംറ്റംസ്, അതിനോടുള്ള ചൊറിച്ചിലും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ടുള്ള അലർജിക് സിംറ്റംസ്, ഒരു BP കുറയുന്ന അവസ്ഥയിലും മറ്റൊക്കെ പോകാനുള്ള സാധ്യതകൾ ചിലപ്പം ഉണ്ടാകാറുണ്ട്. നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് അവൻ അലർജിക് സിംറ്റംസ് ഉണ്ടാകുന്നുണ്ടോ, ആളുകൾ ഒരു BP ഒക്കെ കുറയുന്ന, ഹൈപ്പോടെൻഷൻ ഒക്കെ പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യും. അങ്ങനെ ഇൻ കേസ് അവർ അലർജിക് റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ പോലും അലർജിക് റിയാക്ഷൻ മാനേജ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസും മറ്റൊക്കെ കൊടുത്തതിന് ശേഷം പരമാവധി ആന്റി സ്നേക്ക് വെനം കണ്ടിന്യൂ ചെയ്യണം എന്നത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോട്ടോകോൾസ് ഒക്കെ പറയുന്നത്. ഈ പാമ്പ് കടിയേറ്റാൽ ഡൂ ദ റൈറ്റ് എന്നാണല്ലോ പറയുന്നത്, അതൊന്ന് വിശദീകരിക്കുമോ? അതെ, ഡൂ ദ റൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ പാമ്പ് കടിയേറ്റ ഉടനെ രോഗി പരിഭ്രാന്തരാകാതിരിക്കുക, അവരെ പരമാവധി ശാന്തത നൽകുക, അതോടൊപ്പം എത്രയും പെട്ടെന്ന് ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതും, അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ജസ്റ്റ് ഒരു ടോർണിക്യൂ, ഒരു അധികം ടൈറ്റ് ആകാത്ത രൂപത്തിലുള്ള ടോർണിക്യൂ അപ്ലൈ ചെയ്യുക, അവരെ ഒരു ആന്റി സ്നേക്ക് വെനം കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, വെന്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള ക്രിട്ടിക്കൽ കെയർ വിഭാഗമൊക്കെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അതോടൊപ്പം അതിനുള്ള ട്രീറ്റ്മെന്റുകൾ, ഓരോ സമയത്തുള്ള കോംപ്ലിക്കേഷനുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യാനുള്ളത്. ശരി ഡോക്ടർ, വളരെ നന്ദി. എന്തായാലും ഈ പാമ്പ് കടിയേറ്റിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. വളരെ നന്ദി ഡോക്ടർ പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു.
തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അബ്ദുള്ള കെക്കാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോൾ പാമ്പ് കടി ഏൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ് ഡോക്ടർ ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.